ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടും അതുപോലെ ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരി, അതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന്, 1/4 ടീസ്പൂൺ ഉലുവ. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഈ വെള്ളം കൊണ്ടാണ് അരി അരക്കുന്നതും അതുപോലെ ഉഴുന്നിൻ്റെ വെള്ളം കൊണ്ട് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. ഇത് 8 മണിക്കൂർ മാത്രമേ കുതിർത്ത് വെക്കാൻ പറ്റൂ. 8 മണിക്കൂർ കൂടുതൽ പറ്റൂല, അരി പുളിച്ചു പോവും. ഇപ്പം ഇവിടെ 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ രാത്രിയാണ് ഇത് അരച്ചെടുക്കുന്നത്. അതുപോലെ അരി അരച്ചിട്ട് 8 മണിക്കൂറും കൂടുതൽ വെക്കാൻ പറ്റൂല, 8 മണിക്കൂർ മാത്രമേ വെക്കണം. ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം ഞാൻ ഉഴുന്നും പിന്നെ ഇതിലേക്ക് 1 കപ്പ് ചോറ് മട്ടരിൻ്റെ ചോറാണ്. മട്ടരിൻ്റെ ചോറിട്ട് അരച്ചാൽ നമ്മൾക്ക് ദോശയായാലും ഇഡ്ഡലിയായാലും നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇതിനൊരു നല്ല ഡ്രൈ ആയുള്ളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാത്രം അതേപോലെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കണം, നല്ല വണക്കുള്ള പാത്രം എടുക്കണം. പിന്നെ ഈ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് അരച്ചെടുക്കുകയാണ്. അരി അതേപോലെ ദോശക്കായാലും നന്നായിട്ട് അരച്ചെടുക്കണം, തരിയൊന്നും ഇല്ലാത്ത പോലെ. ഇതൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈയിടാൻ പറ്റൂല, കൈയിട്ടാൽ മാവ് പുളിച്ച് പോകുന്നുണ്ട്, മാവ് കേടാവുന്നുണ്ട്. അതുകൊണ്ട് കൈയൊന്നും ഇടാതെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയുള്ള കയൽ കൊണ്ട് മരത്തിൻ്റെ ചട്ടക കൊണ്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. പതപ്പിച്ചെടുത്തതിന് ശേഷം ഒരു അടപ്പടച്ചിട്ട് തുണി കെട്ടി കൊടുത്താൽ മതി. മാവൊന്നും പുളിക്കാതെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചു. രാവിലെ എണീച്ച ഇവിടെ നമ്മൾ വെള്ളം കുടിക്കണം, നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. രാവിലെ എണീച്ച ഉടൻ ചിലർ ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. ചായ കുടിക്കാതെ വെള്ളം കുടിക്കണം. രാവിലെ എണീച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെക്കാണ്. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനൊക്കെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി എടുക്കാനാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച ഉടനെ ചോറ് വെക്കും. ഞാൻ 2 ഗ്ലാസ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് അരി ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ച വെള്ളത്തിൽ അരിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് അരി തിളച്ച് വരും. അപ്പോഴത്തേന് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൻ്റെ പാത്രത്തിലൊന്ന് അടച്ച് വെക്കും. ഇത് 2 മണിക്കൂർ അവിടെ വെക്കും. 2 മണിക്കൂർ ആകുമ്പോഴത്തേന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ കറിയും എല്ലാം കഴിയുന്നുണ്ട്. ഞാനിവിടെ മത്തനാണ് എടുത്തിട്ടുള്ളത്. മത്തൻ കൊണ്ടൊരു കറി ഉണ്ടാക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് ഈ മത്തൻ പോലത്തെ ഇതൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് നല്ലതാണ്, ആരോഗ്യത്തിനും അതുപോലെ നല്ലൊരു ഹെൽത്തിയാണ്. കുട്ടികളെ സ്കിന്നിനായാലും നല്ല ഇതായിട്ട് കിട്ടുന്നത്, സ്കിന്നൊന്നും ഡ്രൈ ആവാതെ നല്ലൊരു ഹെൽത്തിയാണ് കുട്ടികൾക്ക്. എന്താ പറയുക എനിക്കറിയില്ല. ഇപ്പം മത്തനൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഉള്ളി തക്കാളി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേന് ഞാനിവിടെ ഇതിലേക്ക് വേണ്ടി മസാല റെഡിയാക്കി എടുക്കുകയാണ്.
അരമുറി തേങ്ങ, ഒരു 4 പച്ചമുളകും, കരിയേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ മത്തനായാലും. പിന്നെ അതിലേക്ക് വെന്ത് വരുമ്പോഴത്തേന് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മൺചട്ടി കൊണ്ട് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, കറിയൊക്കെ റെഡിയായിട്ട് കിട്ടി. പിന്നെ രാവിലെ എണീച്ചിട്ട് പെട്ടെന്ന് നമ്മളെ പണിയൊക്കെ കഴിയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ കഴിയും. പിന്നെ ഇതാ ഇഡ്ഡലിക്ക് മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല പഞ്ച് പോലത്തെ ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു സവാള കൊണ്ടാണ് എണ്ണ തേച്ചെടുക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ് ദോശക്ക്. ഇപ്പം ഞാൻ ദോശയെല്ലാം ചുട്ടെടുക്കുകയാണ്. ഞങ്ങൾ രാവിലെ എണീച്ചാൽ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചിനതൊക്കെ കഴിയും. അതുപോലെ നമ്മൾക്ക് 8 മണിയാകുമ്പോഴത്തേന് കഴിയുമ്പോഴത്തേന് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കല്ലേ, തിരുമ്പാനും തുടക്കാനും പാത്രം കഴുകാനൊക്കെ. അപ്പോൾ 9, 10 മണിയാകുമ്പോഴത്തേന് നമ്മളെ പണിയൊക്കെ കഴിയും. പിന്നെ നമ്മൾക്ക് പണിയൊന്നും ഇല്ലല്ലേ വീട്ടിൽ. പിന്നെ ദോശയ്ക്ക് ഞാനെല്ലാം ചുട്ടെടുക്കുകയാണിത്. പിന്നെ ദോശയെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചട്നി ഉണ്ടാക്കുകയാണ്. അരമുറി തേങ്ങ, പകുതി സവാള, ഇഞ്ചി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളകും, മല്ലിച്ചപ്പും, ഒരു നുള്ളു പുളി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ദോശയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. മല്ലിച്ചപ്പിൻ്റെ ചട്നി നല്ല ടേസ്റ്റാണ് ഇതൊരു ദോശക്ക്. ദോശ ഉണ്ടാക്കുമ്പോഴത്തേന് ചട്നി തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നല്ല പഞ്ച് പോലത്താണ് ദോശയായിട്ട് കിട്ടുന്നത്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദോശയൊക്കെ റെഡിയായിട്ട് പിന്നെ ഇത് ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റിയെടുത്താൽ മതി.
ഇപ്പോൾ ചോറൊക്കെ റെഡിയായി. ഞാൻ കുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സ് റെഡിയാക്കി എടുക്കുകയാണ്. കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതുപോലെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനുള്ള ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ സ്കൂൾക്ക് കൊടുക്കേണ്ടത് വെജിറ്റബിൾ ഐറ്റംസ് കറിയാണ് നമ്മൾ കൊടുത്തു വിടേണ്ടത്. പറഞ്ഞാൽ ഈ ചിക്കനൊന്നും കൊടുക്കാതെ, അതുപോലെ എണ്ണൻ്റെ അംശമൊന്നും ബിരിയാണിയൊന്നും കൊടുക്കാതെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് വെജിറ്റബിൾസ് കൂടുതൽ കൊടുത്താൽ കുട്ടികളെ സ്കിന്നൊന്നും ഡ്രൈ ആവാതെ, അതുപോലെ നമ്മൾക്ക് ബാത്റൂമിൻ്റെ പ്രശ്നമൊന്നും വരാതെ, മലബന്ധത്തിൻ്റെ പ്രശ്നമൊന്നും വരാതെ കുട്ടികളെ ഇതൊരു വെജിറ്റബിൾസ് കറി കൊടുത്താൽ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആരോഗ്യമുള്ളൊരു ജീവിതമുണ്ടാവും. അതുപോലെ സ്നാക്സ്ക്ക് ബേക്കറി ഒന്നും കൊടുക്കാതെ ഫ്രൂട്ട്സ് കൊടുത്ത് വിട്ടാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കരടാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കരട്. അത് കുട്ടികൾക്ക് കൊടുക്കുക. ആ കറീൻ്റെ കൂടെ ഇത് ഇട്ട് കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. മോരോ തൈരോ എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം മീൻ ഞാൻ ഫ്രൈ ആക്കാൻ എടുക്കുകയാണിത്. മീനൊക്കെ നന്നാക്കി എടുക്കുകയാണിതിൽ. കുട്ടികൾക്ക് സ്കൂൾക്ക് മീനൊന്നും ഫ്രൈ ആക്കിയത് കൊടുത്തു വിടാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് രാത്രിക്ക് കുട്ടികൾക്ക് മീനോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കും. മീനൊക്കെ നന്നാക്കി എടുത്ത് കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ മീനൊക്കെ നന്നാക്കിയിട്ട് മീൻ കറി വെക്കുന്നത് ഇതൊന്ന് ഉപ്പിട്ട് നന്നായിട്ട് പുരട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഇവിടെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ മസാല അരച്ച് വെച്ച മസാലയാണിത്, ഫിഷ് മസാലയാണിത്. ഈ ഫിഷ് മസാലേൻ്റെ വീഡിയോ വേണമെങ്കിൽ നോക്കിയാൽ മതി, പോയി കണ്ടാൽ മതി. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു മസാല നല്ലൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫിഷ് മസാലയാണ്. ഇപ്പോൾ ഞാനൊരു ബണാലക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ ഒന്ന് ഇളക്കാതെ നന്നായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം മീനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. പത്ത് 11 മണിയാകുമ്പത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചിനതും മീൻ പൊരിച്ചലെല്ലാം കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.